പത്തനംതിട്ടയിൽ കായിക താരത്തെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 10 പേരെ കൂടി കസ്റ്റഡിയിലെടുത്ത് പോലീസ് 3 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലാണ് പുതിയ കേസുകൾ എടുത്തിരിക്കുന്നത്. ഇന്നലെ പിടിയിലായവരിൽ 4 പേർക്കെതിരെ കൂട്ടബലാത്സംഗത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാജീവ്, CWC ചെയർമാൻ, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രതികളെയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ആരൊക്കെ എന്നുള്ള നിലയ്ക്കും എവിടെ വെച്ചെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ആയിട്ട് തെളിവ് ശേഖരണം പുരോഗമിക്കുന്നതാണ് പോലീസിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ റിപ്പോർട്ട് CWCക്ക് തരേണ്ടതുണ്ട്. അപ്പോൾ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക്, അറസ്റ്റ് നടക്കുന്ന മുറയ്ക്ക് റിപ്പോർട്ട് അപ്പോൾ തന്നെ CWCക്ക് തരും. എൻ്റെ പ്രതീക്ഷ 1-2 ദിവസം കൊണ്ട് തന്നെ അതെല്ലാം പൂർണ്ണമായോ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷമോ എത്തും, ആ റിപ്പോർട്ടുകൾ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് CWC നിൽക്കുന്നത്. CK അബിലാലാണ് വിവരങ്ങളുമായുള്ളത്. അബിലാൽ, ഇന്നലെ വൈകുന്നേരം ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഞെട്ടലിലാണ് കേരളം എന്ന് പറയാം. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസായി പോലീസ് ഇതിനെ കാണുന്നില്ല. കാരണം വിവിധ തലങ്ങളിലുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല, പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ സഹപാഠികളുണ്ട്. അവരുടെ വീടുകൾ വിവിധയിടങ്ങളിലാണ്. ഒപ്പം തന്നെ കായിക പരിശീലനത്തിലുള്ളവരുണ്ട്, കായിക താരങ്ങളുണ്ട്, ഒപ്പം തന്നെ സമീപവാസികളുമുണ്ട്. ആദ്യഘട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഇലവന്തിട്ടയിലാണെങ്കിൽ ഇന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 3 കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമീപത്തെ മറ്റേതാനും പോലീസ് സ്റ്റേഷനിൽ കൂടി പുതിയ കേസുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പുലർച്ചെ രജിസ്റ്റർ ചെയ്ത 3 കേസുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി 10 യുവാക്കളെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പെൺകുട്ടിയിൽ നിന്ന് ലഭ്യമായ മൊഴിയും ഇവരുടെ പ്രതികരണവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള യോജിക്കാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി വേരിഫൈ ചെയ്ത ശേഷം മാത്രമായിരിക്കും ഇവരുടെ അറസ്റ്റിലേക്ക് പോവുക. അതല്ല, ആക്ഷേപം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവരെ വിട്ടയക്കുകയും ചെയ്യും. എന്തായാലും 10 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അതിൽ ഒന്ന് കൂട്ടബലാത്സംഗത്തിനും മറ്റൊന്ന് വാഹനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതിനുമാണ്. ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 5 പേരാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിൽ 4 പേർക്കെതിരെ ബലാത്സംഗത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. മറ്റൊരാൾക്കെതിരെ കാറിൽ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കേസുമാണ് ഉള്ളത്. നിലവിൽ പെൺകുട്ടി പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലാണുള്ളത്. പെൺകുട്ടിയുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നതിൻ്റെ ആവശ്യത്തിലേക്കാണ് പുലർച്ചെ പെൺകുട്ടിയെ മഹിളാ മന്ദിരത്തിൽ നിന്നും വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിൽ നിന്നും പ്രതിഷേധത്തിനുള്ള സാധ്യതകൾ കൂടി പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സേന ആവശ്യമെങ്കിൽ പത്തനംതിട്ട നഗരം കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലോ വേണ്ടി വന്നാൽ ഉപയോഗിക്കത്തക്ക തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. CWCയുടെ പ്രതികരണം മാത്രമാണ് ഔദ്യോഗികമായി ലഭ്യമായത്. അതേസമയം തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകളുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. 13 വയസ്സ് മുതൽ ഒരു ഘട്ടത്തിൽ പോലും ആർക്കും ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നതെന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രോമയാണ് ആ പെൺകുട്ടി സഹിച്ചത്. ഇനിയെങ്കിലും നീതി കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.